ഒരു കഥ പറയാം. എന്താണാവോ കഥ? നമ്മുടെ നാടിന്റെ കഥ. വലിയ കഥയൊന്നുമല്ലെന്നേ. ഭീമ്പടിക്കെന്നും ഹാരപ്പെന്നും തുടങ്ങിയ കഥ. ആര്യനും മുഗളനും ബ്രിട്ടനും പറങ്കിയുമെല്ലാം വന്ന നാടാണ്. തിന്നാനും സംസാരിക്കാനും എണീറ്റ് നിൽക്കാനും വേണ്ടി പോരാടിയ മനുഷ്യരുടെ നാട്. അംബേദ്കറും നാരായണ ഗുരുവും ആലി മുസ്ലിയാരും അബ്ദുറഹിമാൻ സാഹിബുമെല്ലാം ചോര കൊണ്ട് എഴുതി വെച്ച കഥയുള്ള നാട്. ഈ നാട്ടിലെ പുതിയ കഥ അറിയോ നിങ്ങൾക്ക്? കീശയില് നല്ല കാശുണ്ടായിട്ടും കാശില്ലാത്തോനെ പോലെയായി നമ്മൾ. കീശയില് നല്ല കാശുണ്ടായിട്ടും കാശില്ലാത്തോനെ പോലെയായി. അവനോന്റെ പൈസ ചെലവാക്കാനും ആരെങ്കിലും വിചാരിക്കണോ നായി. ഇവിടെ അവനോന്റെ പൈസ ചെലവാക്കാനും ആരെങ്കിലും വിചാരിക്കണോ നായി. എന്ത് തിന്നണോ എന്തിടണോന്ന് പറയാനായില്ലെന്ന് അധികാരിക്ക് പണി. രാജനെയും നെഞ്ചിലേറ്റി എവിടെ പയ്യൻ എന്ന് ചോദിച്ചവരും ടിയാനൻമെന്നിന് ജയ് വിളിച്ചവരും ഇവിടെ തന്നെയല്ലേ ജീവിച്ചത്? എന്നിട്ടിപ്പോ വെമുലയെയും നജീബിനെയും എന്റെ മകനെ കാണണമെന്ന് പറഞ്ഞ് ക്യൂ നിന്ന ഉമ്മയെയും നമ്മൾ മറന്നില്ലേ? ഇവിടെ എല്ലാവർക്കും പേടിയാണ്. ഭാര്യക്കും മക്കൾക്കും അപ്പുറത്തെ വീട്ടുകാർക്കും കടയിലിരിക്കണ ഇബ്രാഹിക്കും കുഞ്ഞിക്കണ്ണനും പേടി. അടിയന്തരാവസ്ഥക്ക് ജയിലിൽ കിടന്ന അബ്ദുവിനും ഗോപാലേട്ടനും പേടി. പശു കുത്താൻ വരുമോ എന്ന പേടിയല്ല, പശുവിന്റെ കൊമ്പിനെ വേദനയാക്കിയെന്നും പറഞ്ഞ് പോലീസ് പിടിക്കുമോ എന്ന പേടി. കഥയില് ആരെങ്കിലും ചോദ്യം ചോദിച്ചാലോ അപ്പൊ പൊക്കോണം പാകിസ്ഥാനിലേക്ക്. തെറ്റിനെതിരെ മിണ്ടുണോർക്കെല്ലാം കിട്ടി നല്ലൊരു UAPA. തെറ്റിനെതിരെ മിണ്ടുണോർക്കെല്ലാം കിട്ടി നല്ലൊരു UAPA. തെറ്റിനെതിരെ എഴുതുണോർക്കെല്ലാം കിട്ടി നല്ലൊരു UAPA. തെറ്റിനെതിരെ എഴുതുണോർക്കെല്ലാം കിട്ടി നല്ലൊരു UAPA. മനുഷ്യന്മാർക്ക് വെള്ളവും ഭക്ഷണവും കൊടുത്തവനക്കും കിട്ടി നല്ലൊരു UAPA. എന്തിനീ UAPA ചോദിച്ചവനക്കും കിട്ടി നല്ലൊരു UAPA. ഒരിടത്ത് ഒപ്പം ഇരിക്കാനും മറ്റൊരിടത്ത് ഒപ്പം ഇരിക്കുന്നവർക്കെതിരെ സമരം ചെയ്യാനും മടിയില്ലാത്തവരുടെ നാട്. ആരും ഒന്നും ചോദിച്ചില്ല, ആരും ഒന്നും പറഞ്ഞതുമില്ല. ഇവിടെ എല്ലാവർക്കും പേടിയാണ്. തല്ലുമോ എന്ന പേടി, കൊല്ലുമോ എന്ന പേടി, കാണാതാവുമോ എന്ന പേടി, കാട്ടില് വെടികൊണ്ട് മരിക്കുമോ എന്ന പേടി, ജയിലിലിട്ട് ജയിൽ ചാടി എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുമോ എന്ന പേടി. ഇവിടെ എല്ലാവർക്കും പേടിയാണ്. വല്ലാത്തൊരു കഥയാണ്. കുറെ ആളുകളെ പേടി ബാധിച്ച കഥ. എഴുതിയ പുസ്തകങ്ങളെല്ലാം എഴുതിയവർ തന്നെ കത്തിക്കേണ്ടി വരുന്ന കഥ. പക്ഷേ എന്തിനീ പേടി? ഒരു കഥയിലും വില്ലന്മാർ ജയിച്ച ചരിത്രമില്ല.